ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്വേത. നമ്മൾ ഇന്ന് ഏതൊരു ഇംഗ്ലീഷ് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഗ്രാമർ പാർട്ടിലെ ടെൻസസ് എന്നുള്ള ടോപ്പിക്കാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഏതൊരു എക്സാം ആയിക്കോട്ടെ, SSC റിലേറ്റഡ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് സെക്ഷനിൽ ടെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ടെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് കാണുന്ന സമയത്ത് അത് ഏത് ടെൻസിലാണ് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും ഈ ഒരു സെഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ആൻഡ് അഗെയിൻ ഐ എം ശ്വേത ഹിയർ. ഓക്കെ, സോ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ടെൻസസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ബ്രോഡ്ലി വി ക്യാൻ ഡിവൈഡ് ടെൻസസ് ഇൻ ടു 3 ഡിഫറെന്റ് ഡിവിഷൻസ്. അതിൽ ആദ്യത്തേത് പ്രസന്റ് ടെൻസ് ആണ്, രണ്ടാമത്തേത് പാസ്റ്റ് ടെൻസ് ആണ്, മൂന്നാമത്തേത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ ഓരോ ടെൻസസിനെ നമുക്ക് വീണ്ടും 4 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, സോ പ്രസന്റ് ടെൻസിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ആദ്യത്തേത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ദെൻ കംസ് പ്രസന്റ് കണ്ടിന്യൂസ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസും 4 സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നുള്ളതാണ് ഈ 4 സബ് ഡിവിഷൻസ്. ഓക്കെ, അതുപോലെ ഫ്യൂച്ചർ ടെൻസിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ് ഡിവിഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് 12 ടെൻസസ് ആണ് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഗ്രാമർ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രസന്റ് ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ് ഡിവിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നു, ഫോർമുല എങ്ങനെയാണ്, എക്സാമ്പിൾ കാണുമ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു സെന്റൻസ് പ്രസന്റ് ടെൻസിലാണോ അല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രസന്റ് ടെൻസിൽ വരുന്ന സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞു 4 സബ് ഡിവിഷൻസ് അല്ലെ. അതിൽ ആദ്യത്തേത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എപ്പോഴൊക്കെയാ നമ്മൾ യൂസ് ചെയ്യുക? ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഹാബിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഫാക്ട്സ് പറയുന്ന സമയത്ത്, സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് പറയുന്ന സമയത്ത്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്ത്സ് പറയുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ നോക്കിക്കേ. ഷീ റീഡ്സ് എവ്രി ഡേ. കണ്ടോ, എല്ലാ ദിവസവും അവൾ എന്ത് ചെയ്യാറുണ്ട്? വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. അപ്പൊ അത് കാണിക്കാനായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അതുപോലെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ള സെന്റൻസ് എടുക്കുക. അവിടെ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ് അല്ലെ. എപ്പോഴും സൂര്യൻ ഉദിക്കുന്നത് എവിടെ തന്നെയാണ്? ഈസ്റ്റിൽ തന്നെയാണ് അല്ലെ, കിഴക്കിൽ തന്നെയാണ് അല്ലെ, കിഴക്ക് ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള യൂണിവേഴ്സൽ ട്രൂത്ത്സ്, ഫാക്ട്സ്, ഹാബിറ്റ്സ് ഇതൊക്കെ കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ അതിന്റെ ഫോം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പം സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് വേർബിന്റെ ബേസ് ഫോം ആയിരിക്കും. ഓക്കെ, V1 ഫോം ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു സെന്റൻസ് എടുത്തേ, ഷീ റീഡ്സ് എവ്രി ഡേ അല്ലെ. അപ്പൊ ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഏതാണ്? റീഡ്സ് ആണ് അല്ലെ. അപ്പൊ റീഡ്സ് എന്ന് പറയുന്നത് V1 ഫോമിലുള്ളതാണ് അല്ലെ, ബേസ് ഫോം ആണ്. ഓക്കെ, അപ്പൊ ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് റീഡ്സ് എന്നുള്ള സിംഗുലർ ആയിട്ടുള്ള വേർബ് കൊടുക്കുന്നു. ഇനി ഷീക്ക് പകരം അവിടെ ദേ ആയിരുന്നെങ്കിലോ? ദേ റീഡ് എവ്രി ഡേ എന്നായിട്ട് മാറും. അവിടെ റീഡ് എന്ന് പറയുന്നത് എന്താണ്? V1 ഫോം ആണ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിനനുസരിച്ച് V1 ഫോം കൊടുക്കുക. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്നത്. ഓക്കെ, ഇനി ഒരു സെന്റൻസിൽ ഈ പറയുന്ന സിഗ്നൽ വേർഡ്സ് ഉണ്ടെങ്കിൽ, അതായത് ഓൾവേസ്, യൂഷ്വലി,
often, everyday പോലെയുള്ള സിഗ്നൽ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് നോക്കാം. ഓക്കെ, അപ്പൊ എവിടെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം? വിത്ത് ആക്ഷൻസ് ഹാപ്പനിങ് റൈറ്റ് നൗ, അല്ലെ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് ദ സ്പീക്കർ സ്പീക്കിംഗ്. ഓക്കെ, ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഐ എം റീഡിങ് റൈറ്റ് നൗ എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പം എന്താണ് ചെയ്യുന്നത്? വായിച്ചു കൊണ്ടിരിക്കുവാണ് എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? അപ്പൊ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലോ, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് നൗ, അല്ലെ? ഞാനപ്പം പറയുവാണ് അവരെന്താ ചെയ്യുന്നേ? ക്രിക്കറ്റ് കളിക്കുവാണ്, അല്ലെ? അപ്പം ഈ ക്രിക്കറ്റ് കളിക്കുവാണ് എന്നുള്ളത് ഞാൻ പറയുന്ന സമയത്ത് നടക്കുന്ന ഒരു ആക്ഷനാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻസ് കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് എന്തൊക്കെയാണ്? നൗ, അല്ലെ? നൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ. ഓക്കെ, അറ്റ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ, അറ്റ് ദിസ് മൊമെന്റ് ഈ ഒരു നിമിഷത്തിൽ, അല്ലെ? കറന്റ്ലി ഇപ്പോൾ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സിഗ്നൽ വേർഡ്സ് ഒക്കെ വരുന്ന സെന്റൻസസ് പ്രസന്റ് കണ്ടിന്യൂസിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അതിന്റെ കൂടെ വെർബ് പ്ലസ് ing എന്നുള്ള ഫോമാണ് പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലിയറി വെർബ്സ് ആണ് ഈ ഈസും ആമും ആറും. ഓക്കെ അല്ലെ? അപ്പൊ ഈ ഈസും ആമും ആറും സബ്ജക്റ്റിന്റെ കൂടെ ഇതിൽ ഏതേലും ഒന്ന് വരുന്നു, അതിന്റെ കൂടെ വെർബ് പ്ലസ് ing എന്നുള്ള ഫോം വരുന്നു. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കിക്കേ, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അല്ലെ? അപ്പൊ അവിടെ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിന്റെ കൂടെ ദേ പ്ലൂരൽ ആയതുകൊണ്ട് ആർ എന്നുള്ള വേർബ്, അല്ലെ? മെയിൻ വേർബ് ആയിട്ട് പ്ലേയിങ് ing ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, അപ്പൊ അത് എന്തിനെ കാണിക്കുന്നതാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് പോവാം. ഓക്കെ, എവിടെയാ നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം? ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ കാണിക്കാനായിട്ട്, അല്ലെ? അതുപോലെ ലൈഫ് എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പം, റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് അതിനെ കുറിച്ച് പറയുമ്പം ഒക്കെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിലോ, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, അല്ലെ? മുന്നേ തുടങ്ങിയ വർക്ക് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പം നിലവിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെ കാണിക്കാനായിട്ട്, നിലവിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെ കാണിക്കാനായിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു സിഗ്നൽ വേർഡ്സ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ്, ഓൾറെഡി, ഗെറ്റ്, എവർ, നെവർ, റീസെന്റ്ലി, ഇത്തരത്തിലുള്ള സിഗ്നൽ വേർഡ്സ് ഒക്കെ സാധാരണയായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന സെന്റൻസസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് അവിടെ വരുന്ന സെന്റൻസിന്റെ ഫോം എങ്ങനെയുണ്ടാവും? സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് V3 ആണ്. സോ എപ്പോഴും ഓർക്കുക, പെർഫെക്റ്റ് ടെൻസസിലാണ് നമ്മൾ V3 യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പെർഫെക്റ്റ് ടെൻസസിലാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യും. ഓക്കെ, ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ പെർഫെക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻസസിലാണ് യൂസ് ചെയ്യുക. അത് ഓർത്ത് വെക്കുക കേട്ടോ. സോ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അതിന്റെ കൂടെ V3 വരുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ടാണ്. ഓക്കെ, എവിടെയാ നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം? പാസ്റ്റില് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷീ ഹാസ് ബീൻ ടീച്ചിങ് ഫോർ 10 years എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ്, അല്ലെ? അപ്പം 10 വർഷത്തോളമായിട്ട് അവൻ പഠിപ്പിക്കുവാണ് എന്നുള്ളതാ പറയുന്നത്, അല്ലെ? അപ്പം മുന്നേ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് എന്തൊക്കെയാണ്? ഫോർ, സിൻസ്,
ഹൗ ലോങ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് ആണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് അതിന്റെ ഫോം ഒന്ന് നോക്കാം. സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരുന്നു. അതിന്റെ കൂടെ ഒരു പുതിയ മെമ്പറെ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നു. ആരാണത്? ബീൻ, അല്ലെ? ബീൻ ആഡ് ചെയ്യുന്നു. അതിന്റെ കൂടെ verb plus ing. ഓക്കെ, അപ്പൊ ഇതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന ആ ഒരു സെന്റൻസിന്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അതിന്റെ കൂടെ ബീൻ പ്ലസ് verb plus ing. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രസന്റ് ടെൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്സ്, ഫാക്ട്സ് ഒക്കെ കാണിക്കാനായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ആക്ഷൻസ് ഹാപ്പനിങ് റൈറ്റ് നൗ, ഇപ്പൊ നടക്കുന്ന ആക്ഷൻസിനെ കാണിക്കാനായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ്. ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ്, ലൈഫ് എക്സ്പീരിയൻസ്, റീസെന്റ് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് പ്രസന്റ് പെർഫെക്റ്റ്. അതുപോലെ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസിനെ കുറിച്ച് പറയാനായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരെ പാസ്റ്റ് ടെൻസിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ് ഡിവിഷൻസും അവയുടെ ഫോർമുലാസ് ആൻഡ് എക്സാമ്പിൾസും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ആദ്യം വരുന്നത്, അല്ലെ? സോ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ കൂടെ വേർബിന്റെ സെക്കൻഡ് ഫോം. ഓക്കെ, V2 ഫോം ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പാസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ്, അല്ലെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനായിട്ടാണ്. ഒരു ഡെഫിനിറ്റ് പാസ്റ്റ് ടൈമിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷനെ കാണിക്കാനായിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെ? എക്സാമ്പിൾ നോക്കിക്കേ. ഷീ വിസിറ്റഡ് ഡൽഹി ലാസ്റ്റ് ഇയർ, അല്ലെ? കഴിഞ്ഞ വർഷം. ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പാസ്റ്റ് ടൈം ആണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷം അവൾ എന്ത് ചെയ്തു? ഡൽഹിയിൽ വിസിറ്റ് ചെയ്തു, അല്ലെ? ഡൽഹി വിസിറ്റ് ചെയ്തു. സോ വിസിറ്റഡ് എന്നുള്ളത് വിസിറ്റ് എന്നുള്ള വാക്കിന്റെ V2 ഫോം ആണ്, അല്ലെ? സോ ഷീ വിസിറ്റഡ് ഡൽഹി ലാസ്റ്റ് ഇയർ ഇസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, റൈറ്റ്. ഇനി ഇതിൽ വരുന്ന സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാ? യെസ്റ്റർഡേ, അഗോ, ലാസ്റ്റ്, ഇൻ 2020 ഓർ വിച്ച് എവർ ഇയർ. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞു പോയ ഇയേഴ്സ് ഏതെങ്കിലും, ഓർ വൺസ്. ഇങ്ങനെയുള്ള സിഗ്നൽ വേർഡ്സ് ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, നൗ കംസ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ച പോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസിനും വേർബിന്റെ ING ഫോം ആണ് വരിക. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, അവിടെ വേർബിന്റെ ING ഫോം ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി പാസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേർ ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫോം എങ്ങനെ വരും? സബ്ജക്റ്റിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേർ, അതിന്റെ കൂടെ verb plus ing. ഓക്കെ, ഇനി എവിടെയാ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം? പാസ്റ്റ് ടൈമിൽ, അല്ലെ? ഒരു പണ്ട് കാലത്ത് പ്രോഗ്രസ്സിൽ ഉണ്ടായിരുന്ന, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക, അല്ലെ? എക്സാമ്പിൾ നോക്കിക്കേ. ദേ വർ സ്റ്റഡിയിങ് വെൻ ഐ കോൾഡ്, അല്ലെ? ഞാൻ അവരെ വിളിച്ച സമയത്ത് അവരെന്ത് ചെയ്യുമായിരുന്നു? പഠിക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അവര് പഠിക്കുക എന്നുള്ളത് ഒരു പാസ്റ്റ് ടൈമിൽ പ്രോഗ്രസ്സിൽ ഉണ്ടായിരുന്ന, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു ആക്ഷൻ ആണ്, അല്ലേ? റൈറ്റ്. അപ്പം അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അവിടെ വരുന്ന സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാണ്? വൈൽ, വെൻ, at that time, at 5 PM yesterday, അല്ലെ? അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം, പാസ്റ്റ് ടൈം, ഓക്കെ, ആ സമയത്ത് പ്രോഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആക്ഷൻ, അത് കാണിക്കാനായി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുക? ടെൻസസിന്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുന്നു. ഓക്കെ, ഒന്നിന് പുറകെ ഒന്നായിട്ട് രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുന്നു. ഓക്കെ, അപ്പം അതില് ആദ്യത്തേത്, ഓക്കെ, രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തേത് ഏത് നടന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. ഷീ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഹി അറൈവ്ഡ്. ഓക്കെ, അപ്പം അവൻ വരുന്നതിന് മുന്നായിട്ട് അവൾ പോയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? സോ അവൾ പോവുക എന്നുള്ളതാണ് അവിടെ ആദ്യം നടക്കുന്നത്, അതിനുശേഷമാണ് അവൻ വരുന്നത്, അല്ലെ? സോ രണ്ട് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പാസ്റ്റ് ടെൻസിൽ നടക്കുന്ന സമയത്ത് ആദ്യം നടന്ന കാര്യത്തെ കാണിക്കാനായിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക.
എന്താണ് ഇനി അതിന്റെ ഫോം എന്ന് പറയുന്നത്? സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് പ്ലസ് we3. ഓക്കെ, ഹാഡ് പ്ലസ് we3. ഷീ ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്, അതിന്റെ കൂടെ ഹാഡും അതുപോലെ ലീവ് എന്നുള്ള വാക്കിന്റെ we3 ആയിട്ടുള്ള ലെഫ്റ്റും വരുന്നു. ഓക്കെ, സോ സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് പ്ലസ് we3 ആണ് പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്ന ഫോം. ഇനി അവിടെ വരുന്ന സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാ? ഓൾറെഡി, ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം, വെൻ, ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ്? സബ്ജക്ട് സിഗ്നൽ വേർഡ്സ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു പാസ്റ്റ് പെർഫെക്റ്റ്, റൈറ്റ്? ഇനി വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം അവിടെ കണ്ടിന്യൂസ് ഉണ്ട്, അതുപോലെ പെർഫെക്റ്റും ഉണ്ട്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ആണ് വരിക, അല്ലെ? ഇനി പാസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഹാസോ ഹാവോ വരില്ല, അല്ലെ? ഹാസും ഹാവും പ്രസന്റ് ടെൻസിലാണ് വരിക. സോ പാസ്റ്റ് എന്ന് വരുമ്പം ഹാഡ് ആണ്, അപ്പൊ ഹാഡ് വരും അവിടെ, അല്ലെ? അതുപോലെ കണ്ടിന്യൂസ് എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് verb പ്ലസ് ing വരും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പുതിയ മെമ്പറെ നമ്മൾ ആഡ് ചെയ്യണം. അതാരാ? അത് ബീൻ ആണ്. ഓക്കെ, സോ സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് verb പ്ലസ് ing. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എവിടെയാ നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക? ടു ഷോ an action that was ongoing before another past action. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പാസ്റ്റ് ആക്ഷൻ, ഓക്കെ, മുന്നേ നടന്ന ഒരു ആക്ഷന് മുന്നേ നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ കാണിക്കാനായിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് എളുപ്പത്തിൽ മനസ്സിലാവും. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 5 hours when he fainted. ഓക്കെ, അപ്പൊ അവൻ ഫെയിന്റ് ആയ സമയത്ത്, അല്ലെ, മയങ്ങി വീണ സമയത്ത്, ആ ഒരു സമയത്ത് ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 5 hours. ഓക്കെ, അപ്പൊ അവൻ മയങ്ങി വീഴുന്നതിന് മുന്നായിട്ട് ഏതാണ്ട് 5 മണിക്കൂറുകളോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം മയങ്ങി വീണത് പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അതിന് മുന്നേ നടന്ന ഒരു കാര്യമാണ് 5 മണിക്കൂറുകളോളം അവൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിലോട്ടാണ്. ഫ്യൂച്ചർ ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ് ഡിവിഷൻസ്, ഫോർമുലാസും എക്സാമ്പിൾസും നമുക്കൊന്ന് നോക്കാം. സോ സിമ്പിൾ ഫ്യൂച്ചർ ആണ് അതിൽ ആദ്യത്തേതായിട്ട് വരുന്നത്. എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യുക? ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ പറയുന്നതിനായിട്ട്, ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുന്നതിനായിട്ട്, പ്രോമിസ് ചെയ്യുന്നതിനായിട്ട്, ഓഫർ ചെയ്യുന്നതിനായിട്ടൊക്കെ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാം. ഇനി ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ വിൽ അല്ലെങ്കിൽ ഷാൾ വരും. ഓക്കെ, അപ്പം ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ കൂടെ വിൽ പ്ലസ് v1 എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഷീ വിൽ കംപ്ലീറ്റ് ദ ടാസ്ക് ടുമോറോ എന്നുള്ള സെന്റൻസ് എടുക്കാം. ഓക്കെ, അവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ വിൽ എന്നുള്ള ആ ഒരു മോഡൽ ഓക്സിലിയറി വന്നിരിക്കുന്നു, അല്ലെ? അതിന്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്ന വേർബിന്റെ ഫോം എന്താന്ന് നോക്കിക്കേ, അത് v1 ആണ്, അല്ലെ? കംപ്ലീറ്റ് എന്നുള്ളത് v1 ഫോം ഓഫ് ദ വേർബ് ആണ്. ഇനി ടുമോറോ എന്ന് പറയുമ്പോഴോ നാളെയാണ്, അല്ലെ? ഇനിയും നാളെ ആയിട്ടില്ല, അല്ലെ? ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ടുമോറോ എന്ന് പറയുന്നത് സൂൺ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ, ഇൻ ഫ്യൂച്ചർ, ഇതൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിഗ്നൽ വേർഡ്സ് ആണ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിലോട്ട് പോകുന്നു. സോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എപ്പോഴാ യൂസ് ചെയ്യാം? നമ്മള് ഫ്യൂച്ചർ ടൈമിൽ, അല്ലെ, കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരു ആക്ഷനെ കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫ്യൂച്ചർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക, അല്ലെ? സോ അതിന്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റിന്റെ കൂടെ വില്ല് വരും, അതിന്റെ കൂടെ ഒരു പുതിയ മെമ്പറെ നമ്മൾ അങ്ങ് ആഡ് ചെയ്യണം. എന്താണത്? ബി. ഓക്കെ, അതിന്റെ കൂടെ വരുന്ന വേർബിന്റെ ഫോം എന്താണ്? ing ഫോം ആണ്, അല്ലെ? കാരണം എന്താ? അത് കണ്ടിന്യൂസ് ആണ്, അല്ലെ? സോ ആക്ഷൻ ഇൻ പ്രോഗ്രസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം കാണിക്കാനായിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. അതിന്റെ ഫോം എന്താണ്? സബ്ജക്റ്റിന്റെ കൂടെ വിൽ ബി പ്ലസ് verb പ്ലസ് ing. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. ദേ വിൽ ബി ട്രാവലിംഗ് ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്, അല്ലെ? അടുത്ത ആഴ്ച ഈ സമയമാവുമ്പോഴേക്കും അവർ ട്രാവൽ ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഫ്യൂച്ചർ ടൈമിൽ പ്രോഗ്രസ്സിൽ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്ന ആക്ഷൻസ് കാണിക്കാനായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അതിൽ വരുന്ന സിഗ്നൽ വേർഡ്സ് എങ്ങനെ നമുക്ക് പറയാം? അറ്റ് ദിസ് ടൈം ടുമോറോ, അല്ലെ? അല്ലെങ്കിൽ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ, ഇത്തരത്തിലുള്ള യൂസേജസ് ഒക്കെയാണ് കൂടുതലായിട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്
അടുത്ത സബ് ഡിവിഷൻ വരുന്നത്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പം എന്തിനാ നമ്മൾ അത് യൂസ് ചെയ്യാം? ടു ഷോ an ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ ഫ്യൂച്ചർ പോയിന്റ്, അല്ലെ? ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ പോയിന്റിന് മുന്നേ കംപ്ലീറ്റ് ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആക്ഷനെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഷി വിൽ ഹാവ് ഫിനിഷ് ദ പ്രോജക്ട് ബൈ 6 PM, അല്ലെ? 6 മണിയാകുമ്പോഴേക്കും അവൾ ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 6 മണി എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ പോയിന്റ് ആണ്, അല്ലെ? അപ്പൊ അതിന് മുന്നേ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, ഇവിടെ റിപ്പോർട്ട് ഫിനിഷ് ആയിട്ടുണ്ടാവും എന്ന് കാണിക്കാനായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഫോം എങ്ങനെയാ വരിക? സബ്ജക്റ്റിന്റെ കൂടെ വിൽ ഹാവ് പ്ലസ് V3. അവിടെ ഹാവ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം പെർഫെക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻസ് ആണ് എന്നുള്ളത്. വില്ല് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അത് ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻസ് ആണ് എന്നുള്ളത്. ബീൻ വരാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ബീൻ എവിടെയാ വരുന്നേ? പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്, അല്ലെ? ബീൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കാം. എന്തിനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക? ഇൻ ഓർഡർ ടു ഷോ ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അപ് ടു എ ഫ്യൂച്ചർ പോയിന്റ്, അല്ലെ? ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ പോയിന്റ്, അല്ലെ? ആ ഒരു ഫ്യൂച്ചർ പോയിന്റിലോട്ട് എത്തുന്നതിനായിട്ട് ഒരു ആക്ഷൻ എത്രമാത്രം ടൈം എടുത്തു എന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹി വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 hours ബൈ 5 PM. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഡ്യൂറേഷൻ കൂടെ വരുന്നുണ്ട്, അല്ലെ? 5 മണി ആകുമ്പോഴേക്കും അവൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് 3 മണിക്കൂറുകളാകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡ്യൂറേഷൻ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇല്ല, ഡ്യൂറേഷൻ ഇല്ലാതെ ഉള്ള ആക്ഷനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ അതിന്റെ ഫോം എങ്ങനെയാ വരിക? സബ്ജക്റ്റിന്റെ കൂടെ will have plus been plus verb plus ing. അവിടെ മാറിപ്പോരുത്, V3 അല്ല, verb plus ing ആണ്. കാരണം എന്താണ്? കണ്ടിന്യൂസ് ആണ് ടെൻസ്, അല്ലെ? കണ്ടിന്യൂസ് എന്ന് വരുമ്പോൾ അവിടെ verb plus ing ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ടെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് ആൻഡ് എക്സാമ്പിൾസ് റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിൽ നിൽക്കാനായിട്ട് നമുക്കൊരു വിഷ്വൽ ടൈം ലൈൻ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്, അല്ലെ? പാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സിമ്പിൾ പാസ്റ്റ്, അതാണ് ആദ്യം നടക്കുന്നത്. പിന്നെ പാസ്റ്റ് വരുന്നു, അല്ലെ? പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നു, പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നു. ഓക്കെ, then comes simple present. ഓക്കെ, സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ വരുന്നത്, അല്ലെ? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനായിട്ടാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ഫ്യൂച്ചറിലോട്ട് പോകുന്നു, സിമ്പിൾ ഫ്യൂച്ചർ വരുന്നു, അല്ലെ? പിന്നെ അങ്ങോട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുന്നു, പിന്നെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു വിഷ്വൽ ടൈം ലൈൻ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് ലൈക്ക് പതിപ്പിച്ച് വെക്കുക, സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു കണക്ട് ഇറ്റ് ഈസിലി. ഓക്കെ, അപ്പൊ ഈ നൗ എന്ന് പറയുന്നത് സ്പീച്ച് മൊമെന്റ് ആണ്, നമ്മൾ സംസാരിക്കുന്ന ആ ഒരു സമയമാണ്. അപ്പൊ അതിനുശേഷം വരുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ്, അതിന് തൊട്ട് മുന്നേ വരുന്നതാണ് സിമ്പിൾ പ്രസന്റ്, അതിന് വളരെ മുന്നേ വരുന്നതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്, അതിനു മുന്നേ ഉള്ള കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും, അല്ലെ? സിമ്പിൾ പാസ്റ്റിനും പാസ്റ്റ് കണ്ടിന്യൂസിനും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു വിഷ്വൽ ടൈം ലൈൻ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിഗ്നൽ വേർഡ്സ് ആണ്. ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തു, സ്റ്റിൽ ഒന്നുകൂടെ നമ്മളത് മനസ്സിൽ ഓർത്തു വെക്കണം. കാരണം ഈ സിഗ്നൽ വേർഡ്സ് ആണ് നമുക്ക് എക്സാം ടൈമിൽ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സെന്റൻസസ് കാണുന്ന സമയത്ത് ഈ പറയുന്ന സിഗ്നൽ വേർഡ്സിൽ ഏതെങ്കിലും ആണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അത് ഏത് ടെൻസിലാണ് എന്നുള്ളത് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാ? ഓൾവേസ്, അല്ലെ? എപ്പോഴും, യൂഷ്വലി, സാധാരണയായിട്ട്, ഓഫൺ, ഇടയ്ക്ക്, അല്ലെ? റെയർലി, വളരെ റെയർ ആയിട്ട്, വിരളമായിട്ട്, അല്ലെ? എവ്രിഡേ, എല്ലാ ദിവസവും, ജനറലി, സാധാരണഗതിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള സിഗ്നൽ വേർഡ്സ് ഒക്കെ വരുന്നത് എവിടെയാ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ നൗ, അല്ലെ? ഇപ്പോ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സോ നൗ, അറ്റ് പ്രസന്റ്, at this moment, currently, look, listen, ഇത്തരത്തിലുള്ള യൂസേജസ് ഒക്കെ എവിടെയാ വരുന്നേ? പ്രസന്റ് കണ്ടിന്യൂസിലാണ് വരുന്നത്. ഓക്കെ, നൗ കംസ് പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ എവിടെയാ യൂസ് ചെയ്യാന്നാ പറഞ്ഞേ? ലൈക്ക് ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്, എവർ, നെവർ,
റീസെന്റ്ലി, സോ ഫാർ, സ്റ്റിൽ പോലെയുള്ള സിഗ്നൽ വേർഡ്സ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കൂടെ ആണെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാ? ഫോർ, സിൻസ്, അല്ലെ? അതുപോലെ ഹൗ ലോങ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ വിത്ത് പ്രസന്റ് റിസൾട്ട്, അതുകൂടി ഓർക്കണം കേട്ടോ. അതായത് നിലവിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യമാണ്, അത് എത്ര കാലമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയൂലേ, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ദെൻ സിമ്പിൾ പാസ്റ്റിലോട്ട് പോകുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് യെസ്റ്റർഡേ, അഗോ, ലാസ്റ്റ് വീക്ക് ഓർ ലാസ്റ്റ് ഇയർ, അല്ലെ? അതുപോലെ ഒരു പെർട്ടിക്കുലർ ഇയർ, വൺസ്, ദെൻ, വെൻ, ഇതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ്. ഓക്കെ, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോഴോ വൈൽ യൂസ് ചെയ്യും, അല്ലെ? അതുപോലെ സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ വെൻ എന്നുള്ള യൂസേജ് വരുമ്പോൾ അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. അതുപോലെ അറ്റ് ദാറ്റ് ടൈം എന്നുള്ള രീതിക്ക് പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. ഓക്കെ, ലൈക്ക് വൈസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഓൾറെഡി, അല്ലെ? ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം, അല്ലെ? അതുപോലെ രണ്ട് പാസ്റ്റ് ഈവന്റ്സിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പറയാനായിട്ട്, അല്ലെ, വെൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത്. ഓക്കെ, ലൈക്ക് വൈസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കൂടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാണ്? ഫോർ വരുന്നുണ്ട്, സിൻസ് വരുന്നുണ്ട്. ഓക്കെ, സിൻസ് എന്നുള്ളത് സാധാരണ ഒരു ലൈക്ക് അപ് ടു എ പാസ്റ്റ് പോയിന്റ് ഇൻ ടൈം കാണിക്കാനായിട്ട് സിൻസ് യൂസ് ചെയ്യുമ്പോൾ അപ്പോഴാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാവുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ ഫ്യൂച്ചറിലാണെങ്കിലോ ടുമോറോ, സൂൺ, നെക്സ്റ്റ്, ഇൻ ഫ്യൂച്ചർ, അല്ലെ? ഷോൾ, വിൽ, ഇതൊക്കെ സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ വേർഡ്സ് ആണ്. അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണെങ്കിൽ അറ്റ് ദിസ് ടൈം ടുമോറോ, അല്ലെ? ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഒക്കെ ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണ് വരുന്നത്. ഇനി ബൈ, ബിഫോർ, ബൈ ദ ടൈം, ബൈ ദെൻ, അതിന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ടൈം വരുമ്പം ഒക്കെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ലൈക്ക് വൈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഫോർ ബൈ ഫോർമുല, അല്ലെ? എക്സാമ്പിൾ നോക്കിയാൽ ഫോർ 3 hours ബൈ 5 PM, അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിന് മുന്നേ ഇത്രയും സമയം എന്നുള്ള രീതിക്ക് നമ്മൾ പറയൂലേ, ആ ഒരു 4 ബൈ പെയർ വരുന്നത് എവിടെയാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സിഗ്നൽ വേർഡ്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ടെൻസസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസസ്, അതായത് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പോലെയുള്ള ടെൻസസിന്റെ കൂടെ നമ്മൾ ഒരിക്കലും സ്റ്റേറ്റീവ് വെർബ്സ് യൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് സ്റ്റേറ്റീവ് വെർബ്സ് എന്നുള്ളത് നമുക്ക് അറിയണം. സോ ദാറ്റ് ഇത്തരത്തിൽ സ്റ്റേറ്റീവ് വെർബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസസ് വരുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് എറർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന മെന്റൽ സ്റ്റേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേർബ്സ്, അതുപോലെ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേർബ്സ്, സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള വേർബ്സ്, പൊസഷൻ ആൻഡ് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വേർബ്സ്, ഇവയൊക്കെ സ്റ്റേറ്റീവ് വേർബ്സ് ആണ്. ഈ വേർബ്സിന്റെ കൂടെ ഒന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ING ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യില്ല. ഓക്കെ, സോ ഈ വേർബ്സ് എല്ലാം സ്റ്റേറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, അല്ലാതെ ആക്ഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ഇവയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാത്തത്? കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകളുടെ കൂടെ നമ്മൾ ING ഫോം യൂസ് ചെയ്യില്ല വെൻ ഇറ്റ് കംസ് ടു കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, കണ്ടിന്യൂസ് ടെൻസിൽ മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം മെന്റൽ സ്റ്റേറ്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേർബ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റീവ് വേർബ്സ് ഏതൊക്കെയാണ്? നോ, തിങ്ക്, ബിലീവ്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, forget, recognize, mean. Okay, അപ്പൊ ഇതൊക്കെ മെന്റൽ സ്റ്റേറ്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റേറ്റീവ് വേർബ്സ് ആണ്. ഓക്കെ, now comes emotions and feelings. ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേർബ്സ് ഏതൊക്കെയാണ്? ലവ്, ഹേറ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, പ്രിഫർ, വാണ്ട്, വിഷ്, നീഡ്, ഡിസയർ, അല്ലെ? അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റീവ് വേർബ്സ് ആണ്, ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റീവ് വേർബ്സ്. ഇനി സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റീവ് വേർബ്സ് ഏതൊക്കെയാണ്? സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, ഫീൽ, അപ്പിയർ, സീം ആൻഡ് ലുക്ക്, അല്ലെ? ഇതൊക്കെ സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റീവ് വേർബ്സ് ആണ്. അതുപോലെ ഹാവ്, ഓൺ, പൊസസ്, ബിലോങ്, കണ്ടെയ്ൻ, കൺസിസ്റ്റ്, ഇൻക്ലൂഡ് ആൻഡ് ലാക്ക്, ഇത്രയും പൊസഷൻ ആൻഡ് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റീവ് വേർബ്സ് ആണ്.
ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റീവ് വേർബ്സിന്റെ കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യില്ല, കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യില്ല. അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ, ഷീ ഇസ് നോയിങ് ദ ആൻസർ. ഈ ഒരു സെന്റൻസ് തെറ്റാണ് അല്ലെ? കാരണം എന്താ, നോ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ING ഫോം നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? ഈസ് നോയിങ് എന്നുള്ളത് തെറ്റാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? ഷീ നോസ് ദ ആൻസർ എന്ന് വരും. അതുപോലെ ഐ എം ഹാവിങ് എ കാർ എന്നുള്ള സെന്റൻസിൽ ഹാവ് എന്ന് പറയുന്ന ഒരു പൊസഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റീവ് വേർബ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ കൂടെ എന്ത് വരില്ല? ING ഫോം വരൂല. ഓക്കെ, ഐ ആം ഹാവിങ് എന്നുള്ളത് തെറ്റായിട്ടുള്ള യൂസേജ് ആണ്. കൃത്യമായിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? ഐ ഹാവ് എ കാർ എന്ന് വരും. ഓക്കെ, അപ്പൊ ഓർക്കുക, സ്റ്റേറ്റീവ് വേർബ്സിന്റെ കൂടെ നമ്മൾ ഒരിക്കലും എന്ത് യൂസ് ചെയ്യില്ല? കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യില്ല. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത് ഏതാനും കോമൺ എറേഴ്സും അതിന്റെ കറക്റ്റഡ് വേർഷനുമാണ്. ഓക്കെ, സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള അല്ലെങ്കിൽ തരാറുള്ള സ്പോട്ട് ദെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത്തരത്തിലുള്ള സെന്റൻസസ് ആണ് വരാറുള്ളത്. നമുക്ക് നോക്കാം. ഷീ ഇസ് നോയിങ് ദ ആൻസർ എന്നുള്ള സെന്റൻസ് തെറ്റാണ് അല്ലെ? നോ നമുക്കറിയാം ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ING യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂല അല്ലെ? ഈസ് നോയിങ് എന്നുള്ളത് തെറ്റാണ്. ഷീ നോസ് ദ ആൻസർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, ഇനി ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്, ഐ എം ഗോയിങ് ടു മാർക്കറ്റ് യെസ്റ്റർഡേ എന്നുള്ള സെന്റൻസ് തെറ്റാണ് അല്ലെ? ഐ വെന്റ് ടു മാർക്കറ്റ് യെസ്റ്റർഡേ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള സെന്റൻസ്. കാരണം എന്താണ്? യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലെ? സോ സിമ്പിൾ പാസ്റ്റ് വേണം നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട്. സോ ഐ വെന്റ് V2 ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. ലൈക്ക്വൈസ് ഹി ഹാസ് വെന്റ് ടു സ്കൂൾ എന്നുള്ളത് തെറ്റാണ് അല്ലെ? ഹാസിന്റെ കൂടെ നമ്മൾ ഒരിക്കലും എന്ത് യൂസ് ചെയ്യില്ല? V2 യൂസ് ചെയ്യില്ല. വെന്റ് എന്ന് പറയുന്നത് V2 ആണ് അല്ലെ? സോ ഹാസ് പ്ലസ് V3 ആണ് വരിക അല്ലെ? ഹാസിന്റെ കൂടെ ഹാവിന്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക V3 ആണ്. സോ ഹി ഹാസ് ഗോൺ ടു സ്കൂൾ ആണ് ശരിയായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, ലൈക്ക്വൈസ് ബൈ ദ ടൈം ഷീ അറൈവ്ഡ് ഹി ലെഫ്റ്റ് എന്നുള്ള സെന്റൻസ് എടുക്കുക. അവിടെ അവൾ എത്തുമ്പോഴേക്കും അവൻ പോയിരുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. സോ അവൻ പോവുക എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന കാര്യം. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാഡ് ആണ് അല്ലെ? ഹാഡ് പ്ലസ് V3 ആണ്. സോ ബൈ ദ ടൈം ഷീ അറൈവ്ഡ് ഹി ഹാഡ് ലെഫ്റ്റ് ആണ് കൃത്യമായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, റൈറ്റ്. ഇനിയോ ഷീസ് ടീച്ചിങ് സിൻസ് 2010 എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഇസ് റോങ് അല്ലെ? എന്താണ് കൃത്യമായിട്ടുള്ള സെന്റൻസ് ആയിട്ട് വരേണ്ടത്? ഷീ ഹാസ് ബീൻ ടീച്ചിങ് സിൻസ് 2010 എന്നുള്ളതാണ് വരേണ്ടത് അല്ലെ? അപ്പം ഫോർ അല്ലെങ്കിൽ സിൻസിന്റെ കൂടെ നമ്മൾ സാധാരണ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ? അപ്പൊ ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. ഓക്കെ, റൈറ്റ്. അതുപോലെ ഐ ഗോ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ എന്ന് പറയുമോ? ഇല്ല അല്ലെ? ഇവിടെ വില്ല് ഫ്യൂച്ചറിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. യെസ്റ്റർഡേ എന്നുള്ളത് ഓൾറെഡി പാസ്റ്റ് ടൈം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, ലൈക്ക്വൈസ് ഹി സെഡ് ദാറ്റ് ഹി വിൽ കം എന്നുള്ളത് തെറ്റായിട്ടുള്ള യൂസേജ് ആണ് അല്ലെ? അവൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? അവൻ വരാമെന്ന്. Isn't it? അവിടെ വന്നിട്ടില്ല അല്ലെ? സോ വില്ലിന് പകരം വില്ലിന്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള വുഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള യൂസേജ്. ഓക്കെ, ലൈക്ക്വൈസ് ഷീ ഹാസ് വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ് പറയുന്നത്. സോ ലാസ്റ്റ് ഇയർ എന്നുള്ളത് കഴിഞ്ഞ വർഷം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? സോ ഡെഫിനിറ്റ് പാസ്റ്റ് ആണ്. സോ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, സോ കൃത്യമായിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? ഷീ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, ഓക്കെ. ഇനി അപ്പൊ നമുക്ക് പ്രാക്ടീസ് ടൈം ആണ്. ഓക്കെ, കൃത്യമായിട്ടുള്ള ടെൻസ് കണ്ടെത്താനായിട്ടുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ ഡാഷ് ഇൻ ദ സ്കൂൾ സിൻസ് 2015 എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ടീച്ചേഴ്സ് എന്ന് വരുമോ, ടോട്ട് എന്ന് വരുമോ, ഹാസ് ബീൻ ടീച്ചിങ് എന്ന് വരുമോ, അതോ ഈസ് ടീച്ചിങ് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ വരിക? ഹാസ് ബീൻ ടീച്ചിങ് ആണ് വരിക അല്ലെ? കാരണം എന്താ, ഇവിടെ സിൻസ് വന്നിട്ടുണ്ട് അല്ലെ? സിൻസിന്റെ കൂടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഏതാണ്? ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. അപ്പൊ ഹാസ് ബീൻ ടീച്ചിങ് എന്ന് വന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ബൈ ദ ടൈം ദ പോലീസ് അറൈവ് ദ തീഫ് ഡാഷ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോലീസ് വന്നപ്പോഴേക്കും തീഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എസ്കേപ്ഡ് എന്ന് വരുമോ, ഹാസ് എസ്കേപ്ഡ് എന്ന് വരുമോ, ഹാഡ് എസ്കേപ്ഡ് എന്ന് വരുമോ, അതോ വാസ് എസ്കേപ്പിംഗ് എന്ന് വരുമോ? ഏതാ വരിക? രണ്ട്
പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്നു. സോ അതിൽ ആദ്യം നടക്കുന്ന കാര്യത്തിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോ ഹാഡ് എസ്കേപ്ഡ് ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, ഷീ ഡാഷ് ടു ഡൽഹി നെക്സ്റ്റ് മൺഡേ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അടുത്ത മൺഡേ എന്നാണ് പറയുന്നത് അല്ലെ. സോ ഇതുവരെ നടന്നിട്ടില്ല, നടക്കാനായിട്ട് പോകുന്ന കാര്യമാണ്. സോ ഗോസ് എന്ന് വരുമോ, വിൽ ഗോ എന്ന് വരുമോ, വെന്റ് എന്ന് വരുമോ, അതോ ഹാഡ് ഗോൺ എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സോ അവിടെ വിൽ ഗോ ആണ് വരിക അല്ലെ. കാരണം എന്താ, നെക്സ്റ്റ് മൺഡേ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ ടൈം പോയിന്റ് ആണ് അല്ലെ. സോ സിമ്പിൾ ഫ്യൂച്ചർ ആണ് അവിടെ വരുന്നത്. സോ വിൽ ഗോ എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യം, ഐ ഡാഷ് മൈ ഹോംവർക്ക് വെൻ ഷീ കോൾ മീ എന്നതാണ് തന്നിരിക്കുന്ന സെന്റൻസ് അല്ലെ. അപ്പൊ ഇവിടെ ഐ ഡിഡ് മൈ ഹോംവർക്ക് വെൻ ഷീ കോൾ മീ എന്ന് വരുമോ, ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക് എന്ന് വരുമോ, ഐ ഹാഡ് ഡൺ മൈ ഹോംവർക്ക് എന്ന് വരുമോ, അതോ ഐ ഡു മൈ ഹോംവർക്ക് എന്ന് വരുമോ? ഇവിടെ ഐ വാസ് ഡൂയിങ് ആണ് വരിക അല്ലെ. അപ്പം അവൾ വിളിച്ച സമയത്ത് ലൈക്ക് ഞാൻ ഹോംവർക്ക് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ആക്ഷൻ, ഇറ്റ് ഷോസ് ആക്ഷൻ ഇൻ പ്രോഗ്രസ് അല്ലെ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരേണ്ടത്. സോ വാസ് ഡൂയിങ് എന്ന് വരും. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ ഡാഷ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ അല്ലെ. അപ്പൊ ഇവിടെ ഇതുപോലെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നായിട്ട് തന്നെ ട്രെയിൻ പോയിരുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. സോ ലീവ്സ് എന്ന് വരുമോ, അതോ ലെഫ്റ്റ് ആണോ, അതോ ഹാഡ് ലെഫ്റ്റ് ആണോ, അതോ വാസ് ലീവിങ് ആണോ? ഇവിടെ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുന്നു. ആദ്യം നടക്കുന്ന കാര്യം എന്താണ്, ട്രെയിൻ പോവുക എന്നുള്ളതാണ്. സോ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ഹാഡ് ലെഫ്റ്റ് എന്ന് വരും അല്ലെ. സോ ഹാഡ് ലെഫ്റ്റ് ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ബൈ 2030 സയന്റിസ്റ്റ് ഡാഷ് എ ക്യൂർ ഫോർ ക്യാൻസർ എന്നുള്ളതാണ് പറയുന്നത്. വിൽ ഫൈൻഡ് ആണോ, അതോ ഫൈൻഡ് ആണോ, അതോ വിൽ ഹാവ് ഫൗണ്ട് ആണോ, അതോ ഫൗണ്ട് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ 2030 എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ പോയിന്റ് ആണ് അല്ലെ. സോ അതിനായിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ഒബ്വിയസ്ലി വിൽ ഹാവ് ഫൗണ്ട് ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എറർ കറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെൻസസിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഷീ ഹാസ് വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. സോ ഇവിടെ ഹാസ് വിസിറ്റഡിന് പകരം വിസിറ്റഡ് എന്ന് വരുമോ, അതോ വിസിറ്റ്സ് എന്ന് വരുമോ, അതോ ഹാഡ് വിസിറ്റഡ് എന്ന് വരുമോ, അതോ ഹാസ് വിസിറ്റഡ് തന്നെയാണോ വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് പാസ്റ്റിൽ വരുന്ന ഒന്നാണ്. സോ സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ പ്രസന്റ് പെർഫെക്റ്റ് അല്ല അല്ലെ. സോ ഹാസ് വിസിറ്റഡിന് പകരം നമുക്ക് അവിടെ വേണ്ടത് വിസിറ്റഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ദിസ് ഇസ് എ ഡാഷ് എന്നുള്ളതാണ് ചോദ്യം. യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ, ഹാബിറ്റ് ആണോ, റീസെന്റ് ഈവന്റ് ആണോ, അതോ എക്സ്പീരിയൻസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഈ സെന്റൻസിൽ വരുന്നത്. സോ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടെയാ യൂസ് ചെയ്യാം, യൂണിവേഴ്സൽ ലൈക്ക് ട്രൂത്ത് പറയാനായിട്ട്, അതുപോലെ സയന്റിഫിക് ഫാക്ട്സ് ഒക്കെ പറയാനായിട്ട് നമ്മളത് യൂസ് ചെയ്യും അല്ലെ. റൈറ്റ്, അടുത്ത ചോദ്യം, ഹി ഡാഷ് ഫോർ ദിസ് കമ്പനി ഫോർ 20 years വെൻ ഹി റിട്ടയർഡ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആള് റിട്ടയർ ചെയ്ത സമയത്ത് ഏതാണ്ട് 20 വർഷത്തോളം ആൾ ഈ കമ്പനിയിൽ ഉണ്ടായിട്ടാണ് ആള് റിട്ടയർ ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. സോ വർക്ക്ഡ് എന്ന് വരുമോ, വാസ് വർക്കിംഗ് എന്ന് വരുമോ, ഹാഡ് ബീൻ വർക്കിംഗ് എന്ന് വരുമോ, അതോ ഹാസ് വർക്ക്ഡ് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സോ ഹാഡ് ബീൻ വർക്കിംഗ് ആണ് അല്ലെ. കാരണം ഒരു പാസ്റ്റ് പോയിന്റ് വരെയുള്ള ഒരു ഡ്യൂറേഷൻ ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ. സോ അവിടെ നമുക്ക് വേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അടുത്ത ചോദ്യം, ഐ ഡാഷ് മൈ ലഞ്ച്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഐ ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ആണോ, അതോ ഐ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ആണോ, അതോ ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ആണോ, അതോ ഐ ഫിനിഷ്ഡ് മൈ ലഞ്ച് ആണോ? ഏതാ വരിക? നമ്മൾ പറഞ്ഞു ജസ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റിനെ കാണിക്കുന്ന ഒരു സിഗ്നൽ വേർഡ് ആണ് അല്ലെ. സോ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ കംസ് ദ ലാസ്റ്റ് വൺ, ലുക്ക് the children dash in the playground എന്നുള്ളതാണ് പറയുന്നത്. സോ പ്ലേ വരുമോ, പ്ലേഡ് വരുമോ, ആർ പ്ലേയിങ് വരുമോ, അതോ ഹാവ് പ്ലേഡ് വരുമോ എന്നതാണ് ചോദ്യം. അപ്പം ലുക്ക് എന്നുള്ള വാക്ക് ആക്ച്വലി എന്തിനെ കാണിക്കുന്നതാണ്, പ്രസന്റ് കണ്ടിന്യൂസിനെ കാണിക്കുന്നതാണ് അല്ലെ. സോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാവുന്നത് ആർ പ്ലേയിങ് ആണ്. ഓക്കെ, ലുക്ക് is a signal word for present continuous. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ ടെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആ ഒരു
ടെൻസസ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒന്നുകൂടെ കടന്നു പോകാം. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ കൂടെ V1 ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഈസ്, ആം, ആർ, അതിന്റെ കൂടെ verb പ്ലസ് ING. ഓക്കെ, ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അതിന്റെ കൂടെ verb പ്ലസ് ING. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ഓർ ഹാവ് വരും, അതിന്റെ കൂടെയാണ് V3 വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് വരിക, അതിന്റെ കൂടെ നമ്മൾ ബീൻ ആഡ് ചെയ്യും, പിന്നെ verb പ്ലസ് ING ആണ്. ഓക്കെ, ഇനി സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ V2, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് verb പ്ലസ് ING. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 ഇമ്പോർട്ടന്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് ബീൻ പ്ലസ് verb പ്ലസ് ING. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലോ സബ്ജക്റ്റിന്റെ കൂടെ വിൽ പ്ലസ് V1. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റിന്റെ കൂടെ വിൽ ബി പ്ലസ് verb പ്ലസ് ING. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ വിൽ ഹാവ് പ്ലസ് V3. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ വിൽ ഹാവ് ബീൻ പ്ലസ് verb പ്ലസ് ING. ഓക്കെ, ഓർക്കുക കണ്ടിന്യൂസ് എന്ന് വരുന്നുണ്ടെങ്കിൽ വേർബിന്റെ കൂടെ ING. ഓക്കെ, പെർഫെക്റ്റ് എന്ന് വരുന്നുണ്ടെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്. ഓക്കെ, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് വരും, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും. ഇനി ബീൻ വരുന്നത് എപ്പോഴും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമിന്റെ കൂടെ ആയിരിക്കും. അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവിന്റെ കൂടെ ബീൻ പ്ലസ് verb പ്ലസ് ING. പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് verb പ്ലസ് ING. ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ഹാവ് ബീൻ പ്ലസ് verb പ്ലസ് ING. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടെൻസസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, സോ യു ഹാവ് മാസ്റ്റേർഡ് ഓൾ 12 ടെൻസസ്. പ്രസന്റ് ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 4 ടെൻസസും, പാസ്റ്റ് ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 4 ടെൻസസും, ഫ്യൂച്ചർ ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 4 ടെൻസസും നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ബെനിഫിഷ്യൽ ഫോർ യു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ സിമിലർ വീഡിയോസ്. Okay, so thank you so much for your patient listening. Happy learning.